താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ. പ്രൈസർ ഫാമിലിയിൽ നിന്ന് 9ാമത്തെ ദിവസം. അതെ, പ്രാർത്ഥനയും ഉപവാസവും ഒട്ടും കുറയാതെ നമ്മൾ ശക്തി പ്രാപിക്കുന്ന പുറത്തെ മനുഷ്യൻ ഉപവാസത്താൽ തളരുമ്പോഴും അകത്തെ മനുഷ്യൻ ഉപവാസത്താലും പ്രാർത്ഥനയാലും ശക്തിപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ ഒരുമിച്ച് അനുഭവിക്കുവാൻ പോകുന്ന ഉപവാസ പ്രാർത്ഥനയിലെ 9ാമത്തെ ദിവസം. ഇനിയും മുൻപിൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനുമുണ്ട്. ഇതുവരെ അവിധത്തിൽ എനിക്ക് പ്രാർത്ഥിക്കണം, ഉപവസിക്കണമെന്ന് തീരുമാനമെടുത്തിട്ടില്ലാത്തവർ, നിങ്ങളുടെ ആവശ്യം വലുതെങ്കിൽ ദിവസത്തിൽ തീരുമാനമെടുക്കുക, പ്രാർത്ഥിക്കുക. ഒപ്പം പ്രാർത്ഥിക്കുവാൻ ആരുമില്ല. പ്രൈസർ ഫാമിലിക്കൊപ്പം ഒരു ദിവസം നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അവിധത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് ഒപ്പം മരവിച്ച അവസ്ഥയിലായിത്തീരുക. എപ്പോഴാ? ആശുപത്രി കോറിഡോറിൽ ഡോക്ടറുടെ റൂമിന് പുറത്തിരിക്കുമ്പോൾ കയ്യിലിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയുന്ന, തൻ്റെ ശരീരത്തിലെ അവസ്ഥ അറിയുവാൻ കഴിയുന്ന രോഗി ആയിരിക്കുന്ന അവസ്ഥ. അവനറിയാം ഡോക്ടറിൽ നിന്ന് കേൾക്കുവാൻ പോകുന്നത് എന്താണ്, അല്ലേ? നല്ലതൊന്നും ഡോക്ടർ പറയുവാൻ പോകുന്നില്ല. ആ അവസ്ഥ നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ലാത്ത ദുരന്തമാണ്, ദുരിതമാണ്, കഷ്ടതയാണ് മുൻപിൽ വരുവാനുള്ളത്. അത് മുൻകൂട്ടി തിരിച്ചറിയുന്ന അവസ്ഥ, മരവിച്ച അവസ്ഥയിൽ, അതെ, ആ അവസ്ഥയിലായിരിക്കുന്ന ചിലർ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ ദിവസം എന്നെ കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിച്ചു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ദുരന്ത വാർത്തയെ കർത്താവ് ക്യാൻസൽ ചെയ്ത് ശുഭ വാർത്തയാക്കി മാറ്റുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ ഉപവാസ പ്രാർത്ഥന 9ാമത്തെ പകലിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ദുരന്ത വാർത്തയെ, ആ ദുഃഖ വാർത്തയെ, നിങ്ങളുടെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുന്ന, ഒന്നുമല്ലാത്തതാക്കി തീർക്കുന്ന ആ ദുഃഖ വാർത്തയെ ശുഭമാക്കി മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ദുരന്ത വാർത്ത കടന്നു വരത്തില്ല. ശുഭവാർത്ത, നിങ്ങളെ ചിരിപ്പിക്കുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളെ സർവശക്തനായ ദൈവത്തിൻ്റെ സാക്ഷികളാക്കി നിർത്തുന്ന ശുഭവാർത്ത, അത് നിങ്ങളെ തേടി വരിക. ഓ താങ്ക് ഗോഡ്. ഒരിക്കലും ഒരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി. ആ സഹോദരി വളരെ വേദനയോടെ തൻ്റെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളുമായി പങ്കുവെച്ചു. ദൈവദാസനെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ വീട്ടു സാമാനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി പുറപ്പെടുവാൻ തക്കവണ്ണം ആയിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സഹോദരി? ആ ചോദ്യം ചോദിക്കുമ്പോഴും എൻ്റെ ചിന്ത ഇതായിരുന്നു, ഒരുപക്ഷെ അവർ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക്, അവരുടെ ജോലി സംബന്ധമായി സ്ഥലം മാറിപ്പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെട്ട് അവർ നാട്ടിലേക്ക് മടങ്ങുവാൻ നിൽക്കുന്നവരായിരിക്കാം. സമാനമായ അനുഭവങ്ങൾ ഒത്തിരി കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. ആ സഹോദരി പറഞ്ഞു, ദേവദാസനെ, എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, വേഗത്തിൽ ഇവിടെ നിന്ന് മാറിപ്പോകുവാൻ ഒരു വീട് കണ്ടുപിടിക്കുക, മാറിപ്പോകുക, ഒരു സീൻ ഉണ്ടാക്കരുത്. വിവാഹപ്രായത്തിലേക്ക് നടന്നെടുക്കുന്ന 2 പെൺപിള്ളാരുള്ള അമ്മ ഒരു സീൻ ഉണ്ടാക്കുന്നത് അവരുടെ മക്കളുടെ ഭാവിക്ക് ദോഷമാണെന്നറിയാം. അതുകൊണ്ട് എല്ലാം കെട്ടിപ്പറക്കി പോകുവാനായി കാത്തിരിക്കുന്നു. അവരുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, സഹോദരി, തളർന്നു പോകേണ്ട. പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. ഒരു മാസത്തിൻ്റെ അവസാന ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞു, സഹോദരി, ഞങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്, സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ സഹോദരിയും പറഞ്ഞു, ദേവദാസനെ, ഞാനും എൻ്റെ മക്കളും ഉപവാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു വിടുതലിന് വേണ്ടിയാണോ? അല്ല, അവരുടെ പ്രാർത്ഥന ആ വീട് മാറിപ്പോകുന്ന, തങ്ങളുടെ എല്ലാമായ വീട് നഷ്ടപ്പെട്ടു പോകുന്ന ആ ദുരന്തത്തെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ്. പല പ്രാർത്ഥനകളും, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും പ്രാർത്ഥനകളും അതിനു വേണ്ടിയാ. ആ ദുഃഖം നിങ്ങളെ തകർത്ത് കളയാതിരിക്കുവാൻ, ആ കഷ്ടതയിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കുവാൻ,
ആ നഷ്ടത്തിൽ നിങ്ങൾ ഇല്ലാതായി തീരുവാൻ അതിലപ്പുറം പ്രതീക്ഷിക്കുന്നില്ല. പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ശക്തി കിട്ടിയാൽ മതി. അയ്യോ, വല്ലാത്തൊരവസ്ഥയല്ലേ അത്. ഇത് നേരെ ആകത്തില്ല, ഒന്നും ശരിയാകത്തില്ല, ഈ അവസ്ഥ മാറത്തില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയും ഉപവാസവും. ആ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഈ കഴിഞ്ഞ രാത്രിയിൽ ഇടപെട്ടതുപോലെ ഇടപെട്ടു. ആ സഹോദരിയോട് പറയുവാൻ ഒരു വചനം നൽകി. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. രാജഭൃത്യനായ ഒരു മനുഷ്യൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത ആ രാജഭൃത്യൻ തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു നടക്കയിൽ ഭൃത്യന്മാരിൽ നിന്ന് കേൾക്കുകയാണ്. ഒരു ശുഭവാർത്ത. നോക്കൂ, 46 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ അவ்விധത്തിലൊരു ശുഭവാർത്ത കേൾക്കുവാൻ യാതൊരു സാധ്യതയുമില്ലാത്തൊരു മനുഷ്യനെ, ഒരു പിതാവിനെ നിങ്ങൾക്കവിടെ കാണുവാൻ കഴിയും. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ വീണ്ടും അത് ഉറപ്പിച്ചു പറയട്ടെ. ആ മനുഷ്യൻ രാജഭൃത്യനാണ്. അന്നത്തെ നിലയിൽ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ള ഒരു ടോപ്പ് ലെവൽ സർക്കാർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അതേ സ്ഥാനം, ഇന്ന് അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അതേ സ്ഥാനമുള്ള ഒരു വ്യക്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യന്മാരെ കണ്ടു കാണണം, തൻ്റെ ദേശത്തിലെ മന്ത്രവാദികളെയൊക്കെ സമീപിച്ചിരിക്കണം. രോഗം വന്നാൽ അങ്ങനെയാണല്ലോ, ഒരു പ്രശ്നത്തിലായാൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ഏത് വഴിയിലും നമ്മൾ ശ്രമിക്കണം. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോഴാണ് ആ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. നോക്കൂ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. ആദ്യത്തെ വൈദ്യൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ ആ മനുഷ്യന് ഒത്തിരി പ്രതീക്ഷകളായിരുന്നിരിക്കണം, അല്ലേ? വൈദ്യനിപ്പോൾ വരും, എൻ്റെ മകൻ എന്തെങ്കിലും മരുന്ന് കൊടുക്കും, മകൻ സുഖമാകും. അല്ലെങ്കിൽ വൈദ്യൻ എന്തെങ്കിലും തന്നുവിടും, അത് ഞാൻ കൊണ്ട് മകന് കൊടുക്കും, മകൻ സുഖമാകും. വലിയ പ്രതീക്ഷയുമായി കടന്നുപോയി, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. വീണ്ടും വൈദ്യന്മാരെ കണ്ടു കാണണം. ഓരോ തവണ പുതിയ വൈദ്യന്മാരെ തേടിപ്പോകുമ്പോൾ പ്രതീക്ഷയുടെ ഭാരം കുറഞ്ഞ് നിരാശയുടെ ഭാരം വർദ്ധിച്ച് കുറെ കഴിയുമ്പോൾ പിന്നെ ദുഃഖത്തിൻ്റെ ഭാരം കൂടി വരികയാണ്, അല്ലേ സഹോദരി? ഓരോ ഡോക്ടർമാരെ കാണുമ്പോൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ കയറി ഇറങ്ങുമ്പോൾ ഭാരം വർദ്ധിച്ചു വരികയാണ്, പേടി കൂടിക്കൊണ്ടിരിക്കുക. അയ്യോ, പഴയ പ്രതീക്ഷ ഒന്നുമില്ല. മന്ത്രവാദികളെ കണ്ടപ്പോൾ ഇത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ അവർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാതായപ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു. മകൻ്റെ ചിരിയും കളിയും മാഞ്ഞു പോകുന്ന മുഖം കാണുമ്പോൾ, ശരീരം രോഗത്താൽ ബാധിക്കപ്പെട്ട് അത് മരണത്തിലേക്ക് നടന്നെടുക്കുന്നത് തിരിച്ചറിയുമ്പോൾ ദുഃഖത്തിൻ്റെ കനം കൂടി നീ കരയുക മാതാവേ. നിന്റെ തലമുറ ബാധിക്കപ്പെട്ടായിരിക്കുന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഓർത്ത് അവൻ്റെ കളിയും ചിരിയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അവൻ്റെ മുഖത്തെ പ്രസരിപ്പ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഊർജമെല്ലാം ചോർന്നു പോയിരിക്കുന്നു. നിനക്ക് പലപ്പോഴും പ്രതീക്ഷിക്കുവാനുള്ളത് ദുഃഖവാർത്തയാണ്, ദുരന്ത വാർത്തയാണ്. ആ ദുരന്ത വാർത്തയെ എൻ്റെ യേശു ഇപ്പോൾ ക്യാൻസൽ ചെയ്യുക. ഓ, താങ്ക് ഗോഡ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, നിന്നോടാ. ആ ദുരന്ത വാർത്തയെ യേശു ക്യാൻസൽ ചെയ്യുക. സന്തോഷ വാർത്ത, യെസ്, നീ അത് കേൾക്കുവാൻ പോവുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ കുഞ്ഞ് സൗഖ്യമാകുക. യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്ന കൃപ. ഓ, താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഡോക്ടറിൽ നിന്ന് നീ പ്രതീക്ഷിച്ച് കേൾക്കുവാൻ കഴിയാത്ത ആ വാർത്ത, നിന്റെ കുഞ്ഞ് സൗഖ്യമാകുക. ആമേൻ, ആമേൻ, ആമേൻ. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയരെ, ഡോക്ടറിൽ നിന്ന് നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ആ വാർത്ത യേശുവിൽ നിന്ന് നിങ്ങൾ കേൾക്കുകയായി. ഇപ്പോൾ സൗഖ്യമാകാ. ആമേൻ. അങ്ങനെ ദുഃഖത്തിൻ്റെ വലിയ ഭാരവുമായി പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലെത്തി. യേശുവിൻ്റെ അടുക്കൽ തൻ്റെ ഭാരമിറക്കി വെച്ചു. യേശുവേ, എൻ്റെ കുഞ്ഞ് ധീരം ബാധിച്ച് മരിക്കാറായി കിടക്കുന്നു.
നോക്കൂ, ഉടനെ യേശുവിൻ്റെ മറുപടി എന്താ? 48 വാക്യത്തിൽ യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഒരുത്തൻ അവൻ്റെ മകൻ മരിക്കാറായി കിടക്കുന്ന വിവരം അറിയിക്കാൻ യേശുവിൻ്റെ അടുക്ക നിൽക്കുക. അപ്പോഴാണ് യേശു പറയുന്നത്. യേശുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? യേശു ഇപ്പം വീട്ടിൽ കൂടെ വരും, എൻ്റെ മകനെ സുഖമാക്കും, വൈദ്യനും മന്ത്രവാദിക്കും ചെയ്യുവാൻ കഴിയാത്തത് യേശു എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരും. അത് പ്രതീക്ഷിച്ചാവുന്നേ. അപ്പോൾ യേശു പറയുക, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ല. ഉള്ള പ്രതീക്ഷ കൂടെ നഷ്ടപ്പെട്ടു. ഇവിടെ നിന്നും രക്ഷയില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, മറുപടിയില്ല. പ്രതീക്ഷയോടെ വേദപുസ്തക താളുകൾ മറിച്ചു നോക്കുന്നുണ്ട്. എൻ്റെ വിടുതലിൻ്റെ വാക്യം, അതെ, ദൈവശബ്ദമായി എനിക്കത് വായിച്ചെടുക്കുവാൻ കഴിയുമോ? എന്നാൽ വിടുതലുമായി ബന്ധപ്പെട്ട വാക്യങ്ങളൊന്നും കിട്ടുന്നില്ല, അല്ലേ? ആമേൻ. പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് ശ്രദ്ധയോടെ. എൻ്റെ വിടുതൽ, എൻ്റെ വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയുന്ന, ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന വാക്യം ഇല്ല. അതൊന്നും കേൾക്കുവാനേ കഴിയുന്നില്ല. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, ദുഃഖത്തിൻ്റെ കനം വർദ്ധിക്കുന്ന ആ മൊമെന്റ് ആ മനുഷ്യൻ ഒരിക്കൽ കൂടി പറയുകയാണ്. 49 വാക്യത്തിൽ രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. വീണ്ടും പറയുക, വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും ഉപവസിക്കുക, അല്ലേ? യേശു ആ മനുഷ്യനോട് പറഞ്ഞു, നീ പൊയ്ക്കോ. പെട്ടെന്ന് മനുഷ്യൻ ഞെട്ടിക്കാണുന്നു. ഒപ്പം ഒരു ആശ്വാസവാക്കുകൂടെ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. നോക്കൂ, യേശുവിനോട് ഈ പിതാവ് തൻ്റെ മകനെ രക്ഷിക്കുവാൻ വരണമേ എന്ന് പറഞ്ഞ സമയം ആ മനുഷ്യൻ്റെ ഉള്ളിൽ തൻ്റെ മകൻ മരണത്തിലേക്ക് പോകുന്നു എന്ന ചിന്തയാണ്. പക്ഷേ റിയാലിറ്റി, ആ മകൻ മരണപ്പെട്ടു പോയി. അതേന്നേ. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ, അവൻ ജീവിച്ചിരിക്കുന്നു, അവൻ മരിച്ചു, പക്ഷെ ആ പിതാവ് അറിഞ്ഞില്ല. പ്രിയരെ, പലതും നഷ്ടപ്പെട്ടു, പലതും ഇല്ലാതായിത്തീർന്നു. സാധ്യതകൾക്ക് ഇനിയൊരു സാധ്യതയും ഇല്ലാത്ത വിധത്തിൽ, ഇനിയൊരു ചാൻസും ഇല്ലാത്ത നിലയിൽ പലതും നഷ്ടപ്പെട്ടു പോയി. പലരും അത് അറിയുന്നില്ല, നഷ്ടപ്പെട്ടു പോയി. ചിലർക്ക് ചിന്തിച്ചു തുടങ്ങി, ഞങ്ങൾ അധികം വേദനിപ്പിക്കുവാനാണോ, ഞങ്ങൾ അധികം സങ്കടപ്പെടുത്തുവാനാണോ? അല്ല, അതൊരു ഫാക്റ്റാണ്. എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, ജീവിച്ചിരിക്കുന്നു, അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നിന്റെ ദുഃഖത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി നഷ്ടപ്പെടേണ്ട വാക്കിലായിരിക്കുന്നതിന് തിരികെ നിന്റെ സന്തോഷമാക്കി എൻ്റെ കർത്താവ് തരുവാൻ പോവുക. അതാണ് ആ സന്ദർഭം. ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, സഹോദരി, യേശു എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ പ്രതീക്ഷിക്കുന്ന ദുരന്ത വാർത്ത നിൻ്റെ ജീവിതത്തിൽ കടന്നു വരത്തില്ല. പ്രാർത്ഥനകളും ഉപവാസത്തിലുമായിരുന്നത് കൊണ്ടായിരിക്കണം. കൂടുതലൊന്നും പറയാതെ ആ സഹോദരി പ്രൈസ്തലോട് പറഞ്ഞു. ആ സഹോദരി സ്തോത്രം പറഞ്ഞു, ഫോൺ വെച്ചു, ഒപ്പം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 2 ദിവസങ്ങൾ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ആ സഹോദരി വിളിച്ചു. ആ സഹോദരി എന്നോട് ചോദിച്ചു, ദേവദാസനെ, നിങ്ങൾ പത്രം വായിച്ചു? ഞാൻ പറഞ്ഞു, ഇല്ല സഹോദരി, പത്രം വായ്പൊക്കെ കുറവാണ്. മൊബൈലിൽ ഡെയിലി ഹണ്ടിൽ വരുന്ന വാർത്തകളൊക്കെ ജസ്റ്റ് കാണത്തേ ഉള്ളൂ, പത്രം വായിക്കാനും സമയം കിട്ടത്തില്ല. ദേവദാസനെ, നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? ദേവദാസൻ പറഞ്ഞില്ലേ എന്നെ തേടി ഒരു ശുഭവാർത്ത വരുമെന്ന്? ആ വാർത്ത വന്നിരിക്കുന്നു. എന്നെ തേടി മാത്രമല്ല, കോടതിയിൽ നിന്നൊരു വിധി വന്നിരിക്കുന്നു. ആ സമയത്ത് നടക്കുന്ന എല്ലാ ജപ്തിയും നിർത്തിവയ്ക്കുവാൻ, താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന എല്ലാ ജപ്തിയും നിർത്തിവയ്ക്കുവാൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശുഭവാർത്ത ആകയാ
ഓ താങ്ക് ഗോഡ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ദുരന്ത വാർത്തയുടെ സ്ഥാനത്ത് ശുഭ വാർത്ത കടന്നു വരിക. സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന തൊഴിലിടത്തിൽ, നിന്റെ വരുമാന മേഖലയിൽ നീ പ്രതീക്ഷിക്കുന്ന ദുരന്ത വാർത്തയല്ല. ജോലി നഷ്ടപ്പെട്ടു പോകുമെന്ന്, ജോലി ഇല്ലാത്തവനായി തീരുമെന്ന്, ജോലി ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ അവിടെ സംജാതമാകുമെന്ന് നീ പ്രതീക്ഷിക്കുന്ന ദുരന്ത വാർത്തയല്ല, ശുഭവാർത്ത. നിനക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത അശുഭ വാർത്ത നിന്നെ തേടി വരിക. യേശുവിൻ നാമത്തിൽ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും ഇപ്പോൾ വിട്ടുപോകും. യേശുവിൽ നിന്നൊരു ശുഭവാർത്ത. താങ്ക് യു ലോർഡ്. സഹോദര, ജോലി നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. സഹോദരി, അവൻ വീട്ടിനകത്ത് വന്നിരുന്ന് വീണ്ടും ജോലിയില്ലാതെ കരഞ്ഞ് തളർന്ന് ഇല്ല. ആ സഹോദരി പറഞ്ഞ സാക്ഷ്യത്തിന് മറ്റൊരു തലമുണ്ട്. പ്രതീക്ഷിക്കുവാൻ നല്ലത്, അതെ, നല്ലത് പ്രതീക്ഷിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ആ സഹോദരി ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴുള്ള ആ വിഷമം, വേദന, അത് താങ്ങുവാനുള്ള ശക്തി, ആ അപമാനം നിന്ന ഞങ്ങളെ ബാധിക്കാതിരിക്കുവാനുള്ള ശക്തി, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. അവളുടെ ആ പ്രശ്നത്തിന് നീക്കുപോക്കുണ്ടായി എന്ന് മാത്രമല്ല, അങ്ങനെയല്ല പത്രത്തിലെ വാർത്ത, ജപ്തി നടപടികളെല്ലാം നിർത്തിവെച്ചെന്ന ആ വാർത്ത ഓർമ്മയിലുള്ളവർക്കായി ഞാൻ സ്തുതിക്കുന്നു ദൈവത്തെ. ഓ ആമേൻ. അവളുടെ ഉപവാസവും പ്രാർത്ഥനയും ഒത്തിരി പേർക്ക് വിടുതലായി മാറി. നിങ്ങളുടെ പ്രാർത്ഥനയും ഉപവാസവും ഒത്തിരി പേർക്ക്, ആ സ്ഥാപനം പൂട്ടിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൂത ആമേൻ. നിന്റെ പ്രാർത്ഥന ഉപവാസവും ഒത്തിരി പേർക്ക് വിടുതലായി മാറുവാൻ പോകുക. സഹോദരി, നിന്റെ കുടുംബജീവിതം തകർന്നു പോകുവാൻ, സഹോദര, നീ ഭാര്യ നഷ്ടപ്പെട്ടവനായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രതീക്ഷിക്കുന്നത് കോടതിയിൽ നിന്ന്, പ്രതീക്ഷിക്കുന്നത് ആ ദുരന്ത വാർത്തയാണ്. അവർ പറയാതെ പറയുന്നുണ്ട്, വിട്ടുകളാ, ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആമേൻ. പല കല്ലോ മണ്ണോ ഒക്കെ ആണെങ്കിൽ ചവിട്ടിക്കുഴച്ച് ചേർത്ത് വയ്ക്കാമായിരുന്നു. രണ്ട് ഭിത്തികൾ തമ്മിലാണെങ്കിൽ സുമ്മൻ്റെ കൊണ്ട് ഉറപ്പിക്കാമായിരുന്നു. രണ്ട് വ്യക്തികളുടെ ഹൃദയങ്ങൾ എങ്ങനെ പറ്റും? പലരുടെയും ചിന്ത അതാണ്. പോണെങ്കിൽ പോട്ടെ എന്ന് വച്ച് കളയാൻ പഠിപ്പിക്കുന്ന ലോകം. പക്ഷേ നിന്റെ ഹൃദയം അതിനെ സമ്മതിക്കുന്നില്ല. നിനക്കത് കഴിയത്തില്ല. നിന്റെ ഭർത്താവില്ലാതെ നിനക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. നല്ലത് പ്രതീക്ഷിക്കുവാനുമില്ല. എന്തൊരു ദുരന്തമാണ്. ഇഷ്ടമില്ലാത്ത, ഒരിക്കലും ആരുടെ ജീവിതത്തിലും സംഭവിക്കരുത് എന്ന് നീ കരുതുന്ന ആ ദുരന്തം സ്വീകരിക്കുവാൻ തയ്യാറായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല, കണ്ണുനീർ ദൈവം കാണുന്നില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ, നിന്നോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ആ ശുഭ വാർത്ത നിന്നെ എതിരേറ്റ് വരിക. ഓ താങ്ക് ഗോഡ്. നീ നിന്റെ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്ന സഹോദര, നിന്റെ മക്കൾക്കൊപ്പം നീയും നിന്റെ ഭാര്യയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ആ ശുഭ വാർത്ത, യെസ്, അത് നിന്നെ എതിരേറ്റ് വരിക. ആമേൻ. അതവേ പിതാവേ, ആ നല്ല വാർത്ത പ്രതീക്ഷിക്കുന്നു. ഇല്ല ദൈവദാസനെ, പ്രതീക്ഷ വലുതായിരുന്നു, ഞങ്ങളുടെ സ്വപ്നങ്ങൾ വലുതായിരുന്നു, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വലുതായിരുന്നു. ഇന്നതെല്ലാം പോയി. ആ സ്ഥാനത്ത് ഞങ്ങളുടെ ദുഃഖം വലുതായിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങളുടെ പ്രതീക്ഷയുടെ ഭാരം കുറഞ്ഞ് ഞങ്ങളുടെ ദുഃഖത്തിൻ്റെ, ഞങ്ങളുടെ സങ്കടത്തിൻ്റെ, ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ ഭാരം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾക്കറിയാം, നല്ലത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇനിയൊരു നല്ലതുണ്ടാകത്തില്ല. മാതാവേ, നീ കരയുക. ഒത്തിരി കഷ്ടപ്പെട്ടു നിന്റെ വീട്ടിലെ കഷ്ടതയിൽ നിന്ന് അവളെ ഇറക്കി വിട്ടു. അവൾക്കൊരു നല്ല കാലമുണ്ടാകട്ടെ എന്ന് കരുതി നീ ഒത്തിരി ബാധ്യതകളിലൂടെ കടന്നുപോയി. എന്നാൽ നീ ആയിരിക്കുന്നതിലും വലിയ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ നിന്റെ തലമുറ കടന്നു പോകുന്നു. ആദ്യമൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു, ശരിയാകും, എൻ്റെ മകൾ സന്തോഷത്തോടെ ആയിരിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിയും. പലതും മറച്ചു വച്ച് സന്തോഷം അഭിനയിച്ചു. നീ കൂടെ ആ ദുഃഖം കണ്ട് കരയണ്ട എന്ന് വെച്ചെന്നാൽ അവൾക്കും അടക്കി വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവളുടെ സങ്കടങ്ങൾ പുറത്തു വന്നിരിക്കും. അയ്യോ, എൻ്റെ പ്രിയമകളുടെ കുടുംബജീവിതം പലർക്കും ഒരു ഭാരമാണ്.
പലർക്കും ഒരു ബാധ്യതയായി എനിക്ക് പോലും ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ തലമുറയായിരിക്കുന്നു. ഇനി എന്ത്? അവളുടെ മുൻപോട്ടുള്ള ജീവിത വിധി എന്ത്? നല്ലത് പ്രതീക്ഷിക്കുവാനുണ്ടോ? ഇല്ല. ഒരു മരവിച്ച അവസ്ഥയിൽ ദുരന്ത വാർത്ത കേൾക്കുവാൻ, മറ്റുള്ളവരോട് അതെങ്ങനെ പങ്കുവെക്കുമെന്നറിയാതെ ഭാരപ്പെട്ട് നീ ആയിരിക്കുമ്പോൾ കേൾക്ക്, നീ പ്രതീക്ഷിക്കുന്ന ദുരന്ത വാർത്തയെക്കുറിച്ചല്ല, നിനക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത നല്ല വാർത്തയെക്കുറിച്ച് നിന്നോട് പറയുവാൻ, പ്രവചിച്ചു പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിലും എന്നെ നിർബന്ധിക്കുന്നു. ഓ താങ്ക് ഗോഡ്. എൻ്റെ ഭാര്യ, നിന്റെ മകൾ, അവൾ സന്തോഷത്തോടെ ജീവിക്കുന്ന സന്തോഷത്തിന്റെ സാക്ഷ്യം നീ ഒത്തിരി പേരോട് പറയുവാൻ തക്കവണ്ണം കേൾക്കുവാൻ പോവുകയായി. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കണ്ണുനീരിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുകയാ. അവരെക്കുറിച്ച് കേൾക്കുന്നതെല്ലാം മോശമാണ്, അവരെക്കുറിച്ച് അറിയുന്നതും കാണുന്നതുമല്ല. അതേ നിന്റെ മക്കളെക്കുറിച്ച്, അവരുടെ സ്വഭാവം, അവരുടെ ജീവിതം, അവരുടെ രീതികൾ, അയ്യോ, ജയിച്ചു കയറുമെന്നും പലതും നേടിയെടുക്കുമെന്നും നിനക്ക് ആശ്വാസവും തണലുമായി മാറുമെന്നും നീ കരുതിയ നിന്റെ മക്കൾ കയറിപ്പോകുന്നതിന് പകരം അവർ ഇറങ്ങിപ്പോകുന്നു പരാജയത്തിന്റെ പാതാളത്തിലേക്ക്, പടുകുഴിയിലേക്ക്, തകർച്ചയുടെ, ചീത്തപ്പേരിന്റെ, തല്ലുകൊള്ളിത്തരത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോകുന്ന തലമുറയെക്കുറിച്ചോർത്ത് ഭാരമാണ്, വേദനയാണ്. ഒറ്റയ്ക്ക് കരഞ്ഞ് കരഞ്ഞ് പ്രതീക്ഷിക്കുവാനുള്ളത് സങ്കടം പൂത്ത് നീ പലരോടും പറയുന്നുണ്ട്. ആ വാഹനം ഓടിക്കുമ്പോൾ അയ്യോ, മറ്റൊരാൾ പറഞ്ഞത് കേൾക്കുവാനുള്ള കരുത്ത് നിനക്കില്ല. എൻ്റെ കുഞ്ഞ്, അവൻ നഷ്ടപ്പെട്ടു പോകും. നീ പ്രതീക്ഷിക്കുന്ന ദുരന്ത വാർത്തയെ ക്യാൻസൽ ചെയ്ത് എൻ്റെ അപ്പൻ നിനക്ക് തരുവാൻ ഇഷ്ടപ്പെടുന്ന ആ ശുഭ വാർത്ത ഇപ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ. നിന്റെ തലമുറകളെ കർത്താവ് മടക്കി വരുത്തുകയാ. അമധ്യത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, കൂട്ടുകെട്ടുകളിൽ നിന്ന്, പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് എൻ്റെ കർത്താവ് നിന്റെ തലമുറകളെ മടക്കി വരുത്തുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഉപവാസ പ്രാർത്ഥന 9ാമത്തെ ദിവസം നഷ്ടപ്പെട്ടു പോയെന്ന് നീ കരുതുന്ന നിന്റെ പ്രതീക്ഷകളെ തല്ലിക്കടത്തിയ നിന്റെ തലമുറകളെ എൻ്റെ കർത്താവ് മടക്കി വരുത്തുക. നഷ്ടപ്പെട്ടു പോയെന്ന് നീ കരുതുന്ന നിന്റെ ആരോഗ്യത്തെ കർത്താവ് മടക്കി വരുത്തുക. അതിൻ്റെ പ്രാർത്ഥനയും ഉപവാസവും നിന്റെ ആത്മീയ ജീവിതത്തെ പണിയും എന്ന് മാത്രമല്ല, ഒപ്പമുള്ള ആ ദേശത്തിലൊരു ആത്മീയ ഉണർവ്. സഹോദര ശുശ്രൂഷക നിങ്ങളോടാ, നിങ്ങൾ മുഖാന്തരം ആ ദേശത്തിലൊരു ആത്മീയ ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്ന ചിന്തയാ അല്ലേ? പ്രാർത്ഥിച്ചു തുടങ്ങിയ നാളുകൾ പ്രതീക്ഷ വലുതായിരുന്നു. പക്ഷേ ദിവസം കഴിയുന്തോറും പ്രതീക്ഷ ചെറുതായി വന്നു. അങ്ങനെ ഒന്നും മാറുന്ന അന്തരീക്ഷമല്ല നാട്ടില്. മദ്യപാന്മാരായ യൗവനക്കാർ, വറിക്കുത്തുകളിലും കെട്ടുകാഴ്ചകളിലും കുടുങ്ങിക്കിടക്കുന്ന മുതിർന്നവർ, എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയുന്ന കുഞ്ഞു പിള്ളാർ, പലതിനും അഡിക്റ്റായിരിക്കുന്ന വീട്ടമ്മമാർ, മാതാപിതാക്കൾ, കണ്ണുനീരും നിരാശയും പരിഭവം പറച്ചിലും പരാതി പറച്ചിലും മാത്രമായ ദേശം, നല്ലതൊന്നും കേൾക്കുവാൻ പോലും കാത് തുറക്കാത്ത നിലയിലായിരിക്കുന്നു. ആമേൻ. നല്ലത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന, ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ പോലും കേൾക്കുവാൻ കഴിയാത്ത വിധത്തിൽ കാതുകൾ മരവിച്ചു പോയവരുടെ ദേശം. ഇന്ന് ഏറ്റവും വലിയ സങ്കടം, അതിലൊരാളായി നീ മാറിയിരിക്കുന്നു. നിന്റെയും അവസ്ഥ തുലവും വ്യത്യസ്തമല്ല. പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, ആരാധിക്കുവാൻ കഴിയുന്നില്ല, ഉപവസിക്കുവാൻ കഴിയുന്നില്ല. ആത്മീയ ജീവിതം കെട്ടപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദര, നിന്നോടാ നിന്റെ പ്രാർത്ഥന നിന്റെ ആത്മീയ ജീവിതത്തെ പണിയുമെന്ന ശുഭവാർത്തയല്ല, അദേശത്തിന്റെ ആത്മീയ ജീവിതത്തെ പണിയുവാൻ പോകും. യേശുവിൻ നാമത്തിൽ അത് ജപ്തിയായി പോകുവാൻ ആ സഹോദരിയോട് പറഞ്ഞതെന്ന് പകൽ നിന്നോട് പറയട്ടെ, ജപ്തിയായി പോകുവാൻ, അത് വിറ്റൊഴിവാക്കപ്പെടേണ്ടി വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിധത്തിൽ തലകുനിച്ച് നിന്നു. എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല.
നിന്റെ തലമുറ മടങ്ങി വരുവാൻ, ആ രാജ്യത്തുനിന്ന് മടങ്ങി വരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. അവിടെ അവൻ കടന്നു പോയെങ്കിൽ, നിന്റെ സ്വപ്നങ്ങളും പേറി അവൻ കടന്നു പോയെങ്കിൽ ആ സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം വരുത്തും വിധത്തിൽ അവൻ അവിടെ നിൽക്കും, അവൻ അവിടെ ജോലി ചെയ്യും. ആ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികളും ഇന്ന് പകൽ വിട്ടുമാറിയ തിരികെ വരും, എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന വാക്കുകൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. ശുഭവാർത്ത, അതേനേ ശുഭവാർത്ത. ആ രാജഭൃത്യൻ്റെ ദാസന്മാർ വന്ന് പറയുക, യജമാനനെ മോൻ സൗഖ്യമായി, മോൻ സൗഖ്യമായി. ആ സങ്കടത്തിൻ്റെ ഭാരം പൊട്ടിപ്പോയി. ഒരു ബലൂണ് പൊട്ടിപ്പോകുന്നത് പോലെ വീണ്ടും പ്രതീക്ഷയുടെ ഭാരം. എൻ്റെ മകനെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ സന്തോഷത്തോടെ കാണും, ഊർജ്ജസ്വലമായ അവൻ്റെ മുഖം കാണും, ചിരിക്കുന്ന അവൻ്റെ മുഖം കാണും. അയ്യോ അപ്പാ എന്നെ വിളിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കും. നിങ്ങളത് കേൾക്കുവാൻ പോവുക. ആമേൻ. ആ രാജഭൃത്യൻ തിരിച്ചറിഞ്ഞു, യേശു എന്നോട് പറഞ്ഞ സമയം. നിങ്ങളത് തിരിച്ചറിയുവാൻ പോകുക. ഈ 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ആ നല്ല വാർത്ത നിങ്ങളെ തേടി വരുമാറാക്കും. യേശുവിൻ നാമത്തിൽ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ പറ, യേശുവേ, ഈ 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും എൻ്റെ ജീവിതത്തിൽ നല്ല വാർത്തയെ കൊണ്ടുവരും. ഞാൻ പ്രതീക്ഷിക്കുന്ന ദുരന്ത വാർത്തയല്ല, എനിക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത ആ നല്ല വാർത്തയെ കൊണ്ടുവരും. അതിനായി ആ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങളറിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ, ബാധിക്കപ്പെട്ടവരായിരിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും അവരെയും ഒരുക്കുക. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് അവൈലബിൾ ആണ്. നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുന്നില്ലെങ്കിൽ നിശ്ചയമായും ജോയിൻ ചെയ്യുക. ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ജോയിൻ ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവായി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. നമുക്കൊരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയും ദിവസങ്ങൾ മുമ്പിലുണ്ട്. മറക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രയർ സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. പ്രാർത്ഥനയും ഉപവാസവും ആ നല്ല വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമാറാക്കും. എന്നാൽ കണ്ടോ, വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല പകൽക്കാലം ഉപവാസ പ്രാർത്ഥന 9ാമത്തെ ദിവസം ആ നല്ല വാർത്ത ഇവരെ തേടി ചെല്ലുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഇവരുടെ അത്ഭുതത്തിൻ്റെയും സാക്ഷ്യത്തിൻ്റെയും വാഗ്ദത്ത നിവൃത്തിയുടേതായി മാറിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അപ്പം ഇവരിലെ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ല. ആ അവസ്ഥ മാറട്ടെ, രോഗസൗഖ്യം വെളിപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. നസ്രനായ യേശുവിൻ നാമത്തിൽ അടിയനെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുപ്പ, അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയുടെ വഴികളെ വാതിലുകളെ തുറന്നു കൊടുത്ത് ഈ ജനത്തെ അനുഗ്രഹിച്ചാട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. തൊഴിലിടങ്ങളിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികളും വഴിമാറട്ടെ. കൂടിരുന്നാട്ടെ കർത്താവ്. പുതിയ ജോലികൾ ലഭിക്കട്ടെ. കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ. നന്മയുടെ പുതിയ വഴികൾ, വാതിലുകൾ തുറന്നു വരട്ടെ. എല്ലാ കടഭാരങ്ങളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസ് മാറട്ടെ. വഴികൾ തുറക്കപ്പെടട്ടെ. നന്മയുടെ അനുഭവങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. ലഭിക്കേണ്ട നന്മകൾ, തടഞ്ഞു വയ്ക്കപ്പെട്ട നന്മകളുടെ മേൽ നടക്കുന്ന കേസുകൾ തീർപ്പുണ്ടാകട്ടെ. അവകാശ തർക്കങ്ങൾ മാറിപ്പോകട്ടെ. അപ്പനം കൂടിരുന്നാട്ടെ. കോടതി വിധികൾ, അനുകൂലമായ നീതിയുള്ള വിധികൾ ഉണ്ടാകട്ടെ. അന്യായമായി കവർന്നെടുത്തതൊക്കെ തിരികെ വരട്ടെ. അധ്വാന ഫലങ്ങൾ കരങ്ങളിൽ ലഭിക്കട്ടെ. ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. മത്സര പരീക്ഷകളിൽ വിശാലതയ്ക്കായി കാത്തിരിക്കുന്നവർ വഴി തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അവരുടെ മുൻപോട്ടുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹമായ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. ഹല്ലേലൂയ. വീടില്ലാതെ ഭാരപ്പെടുന്നവർ മനോഹരമായ ഭവനങ്ങൾ അവർക്ക് നൽകണമേ. സ്വന്തം ഭവനം എന്ന വാഗ്ദത്തം താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ, വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യാത്രാ തടസ്സങ്ങൾ മാറട്ടെ. രാജ്യങ്ങളിലേക്ക് കടന്നു പോകാനുള്ള തടസ്സങ്ങൾ മാറട്ടെ. സ്തോത്രം. തടസ്സം മാറട്ടെ. വിശാലതയ്ക്ക് മേലുള്ള തടസ്സം മാറട്ടെ.
കടന്നു വരുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പോലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.